തലസ്ഥാനത്തെ ഓഫീസ് വിവാദത്തിൽ കോൺഗ്രസ് കൂടി അങ്ങനെ കക്ഷി ചേരുകയാണ്. അതിനുശേഷം വിഷയം വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്യുന്നു. വി കെ പ്രസാദിന് MLA ഹോസ്റ്റലിൽ മുറിയുള്ളപ്പോൾ എന്തിന് പിന്നെ ഈ കെട്ടിടം വേണമെന്ന ചോദ്യമാണ് ശബരിനാഥൻ ഉന്നയിക്കുന്നത്. എന്നാൽ സാധാരണക്കാരുടെ സൗകര്യത്തിനാണ് മുറിയെന്ന് പ്രശാന്ത് മറുപടി നൽകി. അതിനിടെ കെട്ടിട കരാറുകളിൽ അന്വേഷണ നടപടി തുടങ്ങാനാണ് BJP ഭരണസമിതി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും ഇന്നത്തെ പ്രതികരണം കേൾക്കാം. MLA ഹോസ്റ്റലിലെ നീള ബ്ലോക്കിൽ 31, 32 എന്നുള്ള 2 മുറികൾ ശ്രീ വി കെ പ്രശാന്ത് MLAക്ക് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ്. അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൂടാന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് ചോദിച്ചപ്പം ഉടനെ സംഘിപ്പട്ടം ചാർത്താനും BJP സഹായിക്കുക എന്ന് പറയുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ജനങ്ങളുമായി ബന്ധമില്ലാത്തവർ ചിലപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ താമസിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ടായിരിക്കാം. ഞാനതിനെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് നിയമാനുസരണം നഗരസഭയുടെ പെർമിഷൻ വാങ്ങി വാടക കൊടുത്ത് ഇരിക്കുന്നത്. അതിൽ ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ കെട്ടടങ്ങാതെ പോകുന്നത്? രാഷ്ട്രീയമായി കോൺഗ്രസ് കൂടി ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ ഈ പ്രതികരണങ്ങൾ എന്തിൻ്റെ സൂചനയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആര്യ പി എന്നോടൊപ്പം ചേരുകയാണ്. ആര്യ, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇത് കണ്ടത്. ആ പ്രതികരണങ്ങൾ വന്ന ശേഷം ആ ഈട്ടോടുകൂടി ശ്രീലേഖ വളരെ അവിചാരിതമായി അപ്രതീക്ഷിതമായി വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ഹസ്തദാനം നൽകുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് കെട്ടടങ്ങിയെന്ന്. എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വിഷയം വീണ്ടും കുറച്ചുകൂടി ആളിക്കത്തുന്ന രീതിയിലേക്ക് എത്തുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോൾ പ്രജീഷ് പറഞ്ഞ പോലെ ഞാൻ വിചാരിക്കുന്നില്ല അപ്രതീക്ഷിതമായി അവിചാരിതമായി ശ്രീലേഖ പ്രശാന്തിനെ കാണാൻ ആ ദിവസം പോയതാണ് എന്ന്. ഇപ്പം കഴിഞ്ഞ 40 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ CPM ആണ് ഭരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇതിൽ ചെറിയൊരു മാറ്റമുണ്ടായത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJPക്കായിരുന്നു കൂടുതൽ അംഗങ്ങൾ. ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്ന രാജു ആയിരുന്നു ചെയർമാനെങ്കിലും കൂടുതൽ അംഗങ്ങൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJPക്കായിരുന്നു. ആ സമയം മുതൽ ഈ വാടക കൊള്ള എന്നുള്ളൊരു വാചകം അല്ലെങ്കിൽ ഒരു ആരോപണം അന്ന് BJP ഇപ്പോൾ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവരുടെ ടാർഗറ്റ് ഇതിനു മുൻപ് ആര്യ രാജേന്ദ്രനായിരുന്നു. ഇപ്പോൾ അത് മുൻ മേയറായ വി കെ പ്രശാന്താണ്. നമ്മൾ പറയില്ലേ, സത്യം ചെരുപ്പിടുമ്പോഴേക്കും ലോകം ചുറ്റി വരുമെന്ന്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരൊറ്റ ആരോപണത്തിൽ നമുക്കൊരു പക്ഷേ വസ്തുത അറിയേണ്ടത് ഈ കുറഞ്ഞ വാടകയ്ക്കാണ് പ്രശാന്ത് ഇവിടെ താമസിക്കുന്നത്. പക്ഷെ അത് കോർപ്പറേഷനാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശ്രീലേഖ അത് വേണമെങ്കിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട്, അല്ലെങ്കിൽ ചട്ടങ്ങൾ ബൈപ്പാസ് ചെയ്തു പോയി. വേണമെങ്കിൽ കൗൺസിലിനെ അറിയിക്കാം. അപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി മേയറെ അറിയിക്കാം. കോർപ്പറേഷൻ സെക്രട്ടറി വഴി വി കെ പ്രശാന്തിനെ ബന്ധപ്പെടാം, മാറാൻ സമ്മതിക്കാം. വി കെ പ്രശാന്തിനെ സംബന്ധിച്ച് കരാറുണ്ട്. 2026 മാർച്ച് 31 വരെ അവിടെ പ്രവർത്തിപ്പിക്കാനുള്ള നിയമപരമായ കരാറുണ്ട്. വാടക കൊടുക്കുന്നുണ്ട്. അതിലൊന്നും ഒരു നിയമപരമായ ഒരു തടസ്സവുമില്ല വി കെ പ്രശാന്തിന്. പിന്നെ ഈ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു ആരോപണം ഈ വാടക കൊള്ളയാണ്. കുറഞ്ഞ പൈസയ്ക്കാണ് ഇത് 823 രൂപ. അതിലെന്താണ് വസ്തുത? അപ്പോൾ ഇന്നലെ ഗായത്രി ബാബു, മുൻ കൗൺസിലറായ ഗായത്രി ബാബു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ അതിലൊരു വാചകം പറയുന്നത്, ജനപ്രതിനിധികൾക്ക് അതോടൊപ്പം ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് ഓഫീസോ അതല്ലെങ്കിൽ മറ്റെങ്കിലും അക്ഷയ കേന്ദ്രങ്ങൾ അതൊക്കെ ചെറിയ തുകയ്ക്ക് കൊടുക്കാൻ കൗൺസിലുകൾ തീരുമാനിക്കാറുണ്ട്. അങ്ങനെ ഒരു തീരുമാനം കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ എടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണോ ഈ ചെറിയ തുക? അതിലാണ് ഇനി ഒരു ക്ലാരിറ്റി വരേണ്ടത്. അതോടൊപ്പം BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് BJP ഇപ്പോൾ ഈ ആര്യ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ ആയിരിക്കണം രണ്ടാമതുള്ള വരവ് എന്നുള്ളതാണ്. ശ്രീലേഖ കാണണമെങ്കിൽ ഈ വിഷയത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് BJP കൂടി ചിന്തിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ സംഭവത്തിന് ശേഷം കണ്ടിരിക്കണം. കാരണം ഇതെങ്ങനെ പിടിക്കുമെന്നുള്ളതായിരുന്നു. കാരണം ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ വാടക കൊള്ള നടന്നിട്ടുണ്ട്. നഗരസഭയിലേക്ക് എത്തേണ്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഒരുപക്ഷെ ഒരു മാസം പെർ മന്ത് എത്തേണ്ട സാഹചര്യത്തിലാണ് വളരെ തുച്ഛമായിട്ട്. പിന്നീട് പല ആളുകൾ പോലും പല നഗരസഭയുടെ വാഹനങ്ങളടക്കം എടുക്കുകയും പലരും ഉപയോഗിക്കുകയും മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് അഴിമതിയുടെ ഒരുപാട് കാര്യങ്ങൾ ഇവർ തന്നെ ഉയർത്തിയാണ്. അപ്പോൾ ഇതൊരു വടിയായി ഉപയോഗിക്കാൻ കഴിയുന്ന അത്രത്തോളം പവറുണ്ട് എന്ന് BJPക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടോ? ഒരു കുപ്പിയിൽ നിന്ന് അഴിച്ചുവിട്ടൊരു ഭൂതമാണത്. എവിടെ പോയി നിൽക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പം ശ്രീലേഖ പറഞ്ഞു, ഈ ശ്രീലേഖയ്ക്ക് ഇപ്പം ഇത് കൊടുത്താൽ കോർപ്പറേഷന് കിട്ടുന്ന 823 രൂപ കൂടി ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്. കൗൺസിലർക്ക് വാടക കൊടുക്കേണ്ട ആവശ്യമില്ല കോർപ്പറേഷന്. അപ്പോൾ അവിടെ ഒരു ഇതുണ്ട്. ഇതിൽ തൻ്റെ കരാറ് അതിൻ്റെ റെസിപ്റ്റ് എല്ലാം വി കെ പ്രശാന്ത് പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊരു പ്രചാരണം ഇപ്പം നടക്കുന്നത് വി കെ പ്രശാന്തിന് 25,000 രൂപ ഓഫീസ് അലവൻസ് ഉണ്ട്. അത് ഓഫീസ് അലവൻസ് അല്ല, അത് നമുക്ക് നോക്കിയാൽ അത് കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് ആണ്. അത് പറയുന്നത് 25,000 രൂപ. അത് 2 ജീവനക്കാരെ വെക്കുന്നുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണം. അവിടെ ഇത് കുറേ അധികം ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്, അതിൻ്റെ ചിലവുകളുണ്ടാവും. അപ്പം
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നുണപ്രചാരണം വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അല്പസമയം മുൻപാണ് സ്പീക്കർ എൻ ഷംസീർ സംസാരിച്ചു. പ്രോട്ടോകോൾ അനുസരിച്ച് MLA-യോട് എങ്ങനെയാണ് ഒഴിയാൻ ഒരു കൗൺസിലർ പറയുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒഴിയണമെന്നുണ്ടെങ്കിൽ അതിൽ കോർപ്പറേഷൻ കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്. ഇങ്ങനെയല്ല, ഇപ്പം അനിയനാണ്. പക്ഷേ നമ്മൾ പറയില്ലേ BJP എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെയാണ് പെരുമാറുന്നത്. ഇപ്പം എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവിടെ പോലീസ് രീതി ഉപയോഗിച്ചോ എന്ന് തോന്നുന്നു അല്ലേ? പോലീസ് മുറ ഉപയോഗിച്ചോ എന്ന് തോന്നുന്നു ശ്രീലേഖ? പോലീസ് മുറയ്ക്കപ്പുറം പക്ഷേ പോലീസ് മുറ ഉപയോഗിച്ചില്ല എന്ന് അവർക്ക് വാദിക്കാം. കാരണം അവർ പറയുന്നുണ്ട് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ചോദിക്കാം, ഒരു കാഷ്വൽ ടോക്ക് എന്ന രീതിയിലാണ്. VK പ്രശാന്തിന് കുറച്ചുകൂടി വേറെ എടുത്തു ചാടി പ്രതികരിച്ചു എന്നുള്ളൊരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട്. അപ്പം VK പ്രശാന്തിനെ ഫോൺ വിളിച്ചാണ് ഇത് ആവശ്യപ്പെടുന്നത്. പിന്നെ പിറ്റേ ദിവസം അത് വാർത്തയാവുകയാണ്. അങ്ങനെയല്ല, ഫോൺ വിളിച്ച ഒരാൾ ആവശ്യപ്പെട്ടു, അതല്ലാതെ നിയമപരമായി ഇപ്പം മേയർ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ കൗൺസിൽ യോഗത്തിലൂടെ കോർപ്പറേഷൻ സെക്രട്ടറി നിങ്ങളെ ബന്ധപ്പെട്ടു. അങ്ങനെ ആകുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് പ്രതികരിക്കാം. അല്ലാതെ നിങ്ങൾക്ക് വന്നൊരു പേഴ്സണൽ ഫോൺ കോളിനെ വിളിച്ച് വാർത്തയാക്കി അതിലൊരു എടുത്തുചാട്ടം VK പ്രശാന്ത് കാണിച്ചതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ, അതോടൊപ്പം തന്നെ ഇത്രയധികം പ്രചാരണങ്ങളിലേക്ക് ഇത് പോയി കൈവിട്ട് പോയത്. ഇപ്പോൾ ഈ ശബരി പറയുന്നുണ്ട്, കാരണം MLA ഹോസ്റ്റലിൽ എല്ലാവർക്കും അറിയാം, MLA ഹോസ്റ്റലിൽ റൂമുണ്ട്. അവിടെയാണ് കെ മുരളീധരൻ പറഞ്ഞത് ശരിയാണ്. കെ മുരളീധരൻ അത് ഓഫീസായിട്ട് ഉപയോഗിച്ചതാണ്. എത്രയോ കാലം ഓഫീസായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ, കാരണം എല്ലാവർക്കും വരാൻ ഏറ്റവും സൗകര്യമാണ്. അധിക ദൂരമല്ലോ ഈ പറയുന്ന രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ. അങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയുന്നത് കാരണം അതായത് BJP-യുടെ നയത്തോടൊപ്പം അല്ലെങ്കിൽ നയമല്ല ഒരു നിലപാടിനൊപ്പം പൂർണ്ണമായി നിൽക്കുന്നില്ല. അങ്ങനെ ഒരു വശം കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ കാര്യമുണ്ടോ? അതിൽ ശബരിനാഥൻ ഇപ്പം സംഘീപട്ടം ചാർത്തി കൊടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ശബരി ഒരു ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. നിലയിൽ 2 റൂമുകളുണ്ട്, സ്വന്തം ഇതേ മണ്ഡലത്തിലാണ് MLA ഹോസ്റ്റലിൽ നിൽക്കുന്നത്, പ്രശാന്തിന്റെ മണ്ഡലത്തിലാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൂടെ? വൈഫൈ ഉണ്ട്, എല്ലാ കണക്ടിവിറ്റി ഉണ്ട്, പാളയത്ത് ബസ് ഇറങ്ങിയാൽ മതി. അതൊക്കെ ചോദിക്കുന്നത് ശരിയാണ്. പക്ഷെ ഒരു MLA ഓഫീസ് എവിടെ പ്രവർത്തിക്കണം എന്നുള്ളത് MLA ആണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം പറയുന്ന പോയിന്റ് ഇത് നഗരത്തിന്റെ മധ്യത്തിലാണ്, ഏത് ഭാഗത്തു നിന്ന് ആളുകൾക്കും വന്ന്. പിന്നെ ഈ കഴിഞ്ഞ 7 വർഷമായി MLA ആണ് VK പ്രശാന്ത്. ഇപ്പം തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചാൽ എപ്പോഴും എന്നും അവിടെയുള്ള MLA ഓഫീസിൽ അവൈലബിൾ ആയിട്ടുള്ള ആളാണ് VK പ്രശാന്ത്. ആ കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇപ്പം അവിടെ ആൻസിലർ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വിൻസെന്റ് MLA ഓഫീസിൽ ഇതുണ്ട്, പക്ഷേ അവിടെ അക്സസിബിൾ ആണോ എന്നുള്ള ചോദ്യമുണ്ട്. VK പ്രശാന്ത് അവിടെ എവിടെയാണോ MLA ഓഫീസിൽ സമയത്തുമെല്ലാം അങ്ങനെ ഒരു കാര്യശേഷിയും കാര്യപ്രാപ്തിയും അനുകമ്പയും ഒരു രാഷ്ട്രീയക്കാരൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ എങ്ങനെയാണോ അങ്ങനെ അത് പരിപൂർണമായും പാലിച്ച ഒരു വ്യക്തിയാണ് VK. ഒരു കാര്യം കൂടി ഉള്ളത്, എന്തായാലും ഇക്കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി വ്യക്തിപരമായി പറയാനുള്ളത്, ഇതുവഴി ഒരു ഓഡിറ്റ് വേണം. ഓഡിറ്റ് വേണം എന്ന് പറഞ്ഞാൽ ഈ നഗരസഭയുടെ ഇത്തരം കെട്ടിടങ്ങൾ അത് അനർഹമായി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, ഈ എടുത്തവർ മറ്റാർക്കെങ്കിലും മറിച്ച് വിൽക്കപ്പെടുന്നുണ്ടോ, അങ്ങനെ ഒരു ഓഡിറ്റിന് കൂടി നല്ല കാര്യത്തിന് കൂടി ഇത് വഴിവെക്കുമെങ്കിൽ ശരിയാണ്. പക്ഷേ ഈ അനാവശ്യ വിവാദം അത് നീട്ടിക്കൊണ്ടുപോകാതിരിക്കണം. അല്ല, അതിൽ VK പ്രശാന്ത് ഇന്നലെയൊക്കെ നടത്തിയ പല പ്രതികരണങ്ങളും ഞാൻ നിർമ്മിച്ച് നൽകിയതാണ്, എൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്, ഞാനാണ് ഇത് ഉദ്ഘാടനം. ഞാൻ എന്ന വാക്കിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ജനപ്രതിനിധിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് അത് എല്ലാം നിർമ്മിച്ചതും അതെല്ലാം ചെയ്തതും. അതിലപ്പുറം ഇപ്പം വാടക കൊള്ള നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ഒരു ഓഡിറ്റ് വേണം, യാതൊരു സംശയവുമില്ല. ഇപ്പം BJP ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചെറിയ തുകയ്ക്ക് കൊടുക്കുന്നു, ഒരാൾക്ക് കൊടുക്കുന്നു, ഇപ്പം A എന്ന് പറഞ്ഞ ആൾക്ക് കൊടുക്കുക, അത് ഉപകരാറായി വലിയ രീതിയിൽ പോകുന്നുണ്ട്. അതാണ് അങ്ങനെ വലിയ രീതിയിൽ വാടക കൊള്ള നടക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും കഴിഞ്ഞ ഇത്രയും വർഷക്കാലത്തെ ഇത് ഫയലുകൾ വിളിപ്പിച്ചിട്ടുണ്ട് മേയർ കോർപ്പറേഷൻ സെക്രട്ടറിയിൽ നിന്ന്. അപ്പോൾ ആ ഫയലുകൾ പഠിക്കട്ടെ, ഓഡിറ്റ് ചെയ്യട്ടെ, അങ്ങനെ എന്തെങ്കിലും വാടക കൊള്ളയുണ്ടെങ്കിൽ പുറത്തു വരട്ടെ. ഉപകാരമാകും എന്ന് പറയുന്ന പോലെ അങ്ങനെയെങ്കിൽ അങ്ങനെ നല്ല വശം സൗദേശപരമായി സംഭവിക്കട്ടെ. എന്തായാലും ഈ വിഷയം അധികം കാലം ഇങ്ങനെ ആളിക്കത്തിച്ച് കൊണ്ടുപോകുന്നതും ശരിയല്ല.